ായ ഹജ്ജ് ചെയ്തതിന് ശേഷം 100 ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അത് പറയുന്നത് ആരോടാണെന്നറിയോ? ഒരു ഹജ്ജ് ചെയ്തതിന് ശേഷം മറ്റൊരു ഹജ്ജിന് പോകാൻ വേണ്ടി യാത്രയപ്പ് ചോദിച്ചു വന്ന ഒരാളോട് ചോദിക്കുന്നുണ്ട്, നീ ഈ ഹജ്ജിന് പോകുന്നത് കൊണ്ട് നിന്റെ ഉദ്ദേശം എന്താ? മക്ക കാണലാണോ? അതല്ല അള്ളാഹുവിൽ ഭക്തി കൂടലാണോ? നിന്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം. അപ്പോൾ ഹസനുൽ ബസ്രി അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാൽ നീ മക്കയിലേക്ക് പോകാതെ തന്നെ നിനക്ക് ആ കാര്യം ലഭിക്കും. അതിന് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നീ 1 ലക്ഷമോ 2 ലക്ഷമോ ദിർഹമും അല്ലെങ്കിൽ പണവുമൊക്കെ നിന്റെ കയ്യിലുണ്ടാകും. ആ പണം നീ പാവപ്പെട്ട വിധവകൾക്കോ യതീമുകൾക്കോ അല്ലെങ്കിൽ നിരാലംബരായ സഹായം ആവശ്യമുള്ളവർക്കോ നീ കൊണ്ടുപോയി കൊടുക്കുക. ഒരു കടക്കാരന് കടം വീട്ടാൻ കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഒരു ഹജ്ജല്ല, സുന്നത്തായ 100 ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ പരിസരത്ത് ഇപ്പോൾ സാമ്പത്തികമായി വല്ലാതെ വിഷമം അനുഭവിക്കുന്ന സമയമാണ്. പലരും പലതിനും ആവശ്യമുള്ളവരാണ്. വലിയ വീട് വെച്ച് നേരത്തെ പണമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നിനും കഴിയാതെ നിൽക്കുന്ന എത്രയോ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ പരിസരത്ത് കണ്ണോടിച്ചു നോക്കിയാൽ പലരെയും നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ കണ്ണീരൊപ്പുക എന്നത് 1000 ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതറിഞ്ഞിട്ടും പലരും 1നും 2നും ഹജ്ജിന് വീണ്ടും പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ തിരുത്തേണ്ട ഒരു സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഖൈർ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.